ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ കൽഗേര്. നമ്മൾ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോന്നു. ഒരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ അടുത്ത്, അത് ഒന്ന് ഡിസ്കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയ. ഒരു ഫ്രണ്ടിൽ പോയി എന്താ പോകുന്നു. ഇതാ നമ്മളുടെ സ്റ്റേ ചെയ്ത സ്ഥലം, കർമ്മ ഗസ്റ്റ് ഹൗസ്. നല്ല സൂപ്പർ സ്ഥലമാണ്. ഫുഡൊക്കെ നല്ല ഫുഡാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ മെഡിസിൻസ് കരുതിക്കോ. നല്ല തണുപ്പുള്ള സമയം. ഈ മെയിലും ചൂടത്തും തണുപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് പനി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു മൂക്കടപ്പ് വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അത് മാറിക്കോളും. അങ്ങനെ ഇപ്പോൾ താഴോട്ട് ഇറങ്ങ. എനിക്ക് വ്ളോഗിങ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യണത്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. താഴെ ഫുള്ള് മറ്റേ പശുവിൻ്റെയും യൂജി ഇതോ ഫ്രണ്ടിൽ നടന്നു പോണ്. ഹായ് യൂജി, ഗുഡ് മോർണിംഗ് യൂജി. What a beautiful morning, alle. These are the vibes that I have been getting for the past 2 days. Now let's just see some pictures that I've taken. Say you wanna fix our problems. How long should I be waiting? Feels like I've had too much of drama. The entire vibe of this place is just amazing. Well, you can feel that in this video. ഫ്രണ്ടിൽ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. Oh, just see this, the view from here. That's amazing, man. That's amazing. കൊള്ളാം അല്ലേ? പാർവതി. നല്ല സൗണ്ടാ പാർവതി റിവർ. പോവാം കിട്ടോ. യലഖോം കഫേ സ്റ്റേറ്റ് ട്രാക്ക് 100 മീറ്റർ. കണ്ട സ്ഥലം കണ്ട സൂപ്പർ. പൈൻ മരത്തിൻ്റെ ഇടയിൽ പോകണമെന്നായിരുന്നു അമ്മയ്ക്ക് ആഗ്രഹം. പൈൻ മരം കിട്ടിയ അത് ആ വില്ലേജാണ് തുൽഗ വില്ലേജ്. അപ്പുറത്ത് ഓപ്പോസിറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ 2 ഫോട്ടോ എടുത്തു. പിന്നെ വാക്ക് ചെയ്ത് നമ്മളൊരു പോയിന്റ് എത്തിയപ്പോൾ ഇവിടെ ഉണ്ടാകും മറ്റേ ഫ്രഞ്ച് ബേക്കറി. നമ്മൾ താഴെ നിന്ന് കണ്ട ഫ്രഞ്ച് ബേക്കറിയാണ് ഇവിടെ. കൊള്ളാം, സ്പോട്ട് കൊള്ളാം. എന്തിൻ്റെ തലയൊക്കെ വെച്ചേക്കണം അവിടെ. കൊള്ളാം, നൈസാ. പിന്നെ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്, കീർഗംഗ. അത് 10 കിലോമീറ്ററൊക്കെ നടക്കാം, പക്ഷേ ലേറ്റായി പോവും, പിന്നെ ടയേർഡാവും. അച്ഛനും അമ്മയും ഉള്ളതല്ലേ, അവർ നന്നായിട്ട് ടയേർഡാവും. കുറേ കഫേ, റാസ്ത എന്ന് പറഞ്ഞ അടുത്തൊരു കഫേക്കം റൂം പോലത്തെ സെറ്റപ്പ്. നിറയെ ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് കഫേസും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചിൽ സ്പോട്ടിൽ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഫുഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്താൽ വരുമാനവും കിട്ടും, ഹാപ്പി ലൈഫും ആയിരിക്കും. പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളൂ ഇവിടെ കഫേ സ്റ്റാർട്ട് ചെയ്താൽ
സാധനങ്ങളെല്ലാം താഴെ നിന്ന് വരണം. അതും കുറേ നമ്മൾ വന്ന ആ റോഡ് ഫുള്ള് പാസ് ചെയ്ത് തന്നെ വരണം. അതാണ് ടാസ്ക്. നല്ല പൈസ ചിലവായിരിക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാധനങ്ങളുണ്ട്. ഇതോ അടുത്തൊരു ജിപ്സി ഹൗസ് എന്ന് പറഞ്ഞൊരു ഹൗസ്. ഞാൻ ആദ്യം നോക്കിയ ഹൗസ് ഇവിടെ എവിടെ ആയിരിക്കാനാണ് ചാൻസ്, എനിക്ക് അറിഞ്ഞൂടാ. ഓവറോൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ബ്യൂട്ടിഫുൾ. വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഈ പട്ടികൾ നമ്മളെവിടെയൊക്കെ പോയാലും നമ്മളെ ഫോളോ ചെയ്ത് ഗൈഡ് ചെയ്തുകൊണ്ട് വരും. ഫുൾ പട്ടികളാണ്. നൈസ്, നല്ല ക്യൂട്ട് ഫറുള്ള പട്ടികൾ. ഓ ഇതെന്ത മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. Going through a tree and then there comes an old wooden bridge, I guess, with rocks and trees stuff. താഴെ കൊക്ക. പാർവതീൻ്റെ സൗണ്ട് ഇതുവരെ കേൾക്കാം. നല്ല സൗണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് പാത്ത് സ്ട്രൈറ്റ് ആയി. So let me tell you this here. If you're up for a adventure here in the mountains, just you being peaceful, enjoying the views, hiking, relaxing, then I would suggest Kalga, Tulga and Pulga, one of the best places in Himachal you could visit and stay. Pretty on your arm once you cover my bruises and battle scars. നമ്മൾ നടന്ന് അവസാനം വാട്ടർഫോൾ എത്തി. സൗണ്ട് കേൾക്കാം, വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാം. നേരോ ആണല്ലോ മോനെ. ഓ കല്ല സബാഷ്. അമ്മ അതൊരു നേരമാണത്. ഈശ്വര, എനിക്കാണെങ്കിൽ ഇതെല്ലാം പേടിയാണ്. അയ്യോ, വാട്ടർഫോൾ എത്തി. ഇതോ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം ട്രക്ക് ചെയ്ത് വന്ന വാട്ടർഫോൾ. കണ്ട, അതാണ് നിങ്ങൾ അന്വേഷിച്ച വാട്ടർഫോൾ. കണ്ട, കൊള്ളാം കൊള്ളാം. ഓടാ
ഒത്തിരി റിസ്ക് ആണല്ലോ. തിരിച്ചിറങ്ങാനും പാടാണ്. വേണ്ട, കുറച്ചൊന്ന് പോയി നോക്കിയാലോ. Oh man, this part was way too scary. I couldn't even walk the plank. What you see now are horses taking cement bags from Barshani village all the way up to Kalga just for construction. So all the buildings that you see here are constructed with utmost difficulties getting stuff from point A to point B. Huge respect to people who live here. They are amazing. കുട്ടാ, വാ, വാ. പാവം, ഇങ്ങനെ കാല് വയ്യ. പയ്യാണ്, റിലാക്സ് ചെയ്തോ. Seems to circle the other, as you go you remain. Seems to circle the other, as you go you remain a stranger. അപ്പം ഗൈസ്, നമ്മളിവിടെ ടോഷിലാണ്. ടോഷി വന്ന് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് കുറച്ച് നടന്ന് കയറി നോക്കി. ഫുൾ ബിൽഡിങ്സാണ്, ലൈക്ക് പുതിയ പുതിയ ബിൽഡിങ്സ്. ബാക്കിൽ കാണുന്നതാണ് ടോഷി. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസാണ്. ഫുൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെ ഉണ്ട്. നല്ല വ്യൂസാണ്. അകത്ത് കുറേ നടക്കാനുണ്ട്, പിന്നെ വലുതായിട്ട് നടന്നില്ല. അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊള്ളാം, ടോഷ് കൊള്ളാം. ഇവിടെ ഒരു നല്ല വാട്ടർഫോൾ ഉണ്ട്, കാണിച്ചു തരാം. വാട്ടർഫോൾ ഉണ്ടോ? ആ, നൈസല്ലേ. മൗണ്ടൻസ്. ഇതിൻ്റെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നടന്നു പോയത്. നമ്മളുടെ വില്ലേജ് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആക്ച്വലി. ആ കോട്ടേജ് ഉണ്ടോ? അത് നൈസ് കോട്ടേജ് ആയിരിക്കും. വ്യൂ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. കാറ് കയറത്തില്ല, ബൈക്കേ പോകത്തുള്ളൂ. പണികളൊക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു പണി. ഇതുവരെ ഒന്നും ആയില്ല. നമ്മളെ ടാക്സി കുറച്ചും കൂടെ ഫ്രണ്ടിലാണ് ഇട്ടേക്കണം, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഫുള്ള് സിമെൻറ്റ് ആകെ കൊണ്ടുവന്ന് ഇട്ടേക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പണി ഇത്ര വല്ലതും നടക്കുമെന്ന്. ഇവിടെ നിന്ന് ആ മൗണ്ടൻ്റെ നേരെ കാണുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട്. അവിടെയാണ് ഞാൻ, അവിടെയല്ല, അതിൻ്റെ തൊട്ട് താഴെ ഒരു സ്പോട്ടിലാണ് ഞാൻ പോയി ട്രക്ക് ചെയ്ത് കയറിയത്.
ഇതോ കാണുന്ന ആ വില്ലേജ് തന്നെ നമ്മളുടെ കൽഗ വില്ലേജ്. നമ്മൾ അവിടെ നിന്ന് ടാക്സിയിലാണ് ഇതുവരെ വന്നത്. ഇതോ കിടക്കുന്ന ടാക്സി. ബ്യൂട്ടിഫുൾ പ്ലേസ് മാൻ. കുറച്ച് മേലൊരു നടന്ന് പോകണം. പക്ഷേ മോസ്റ്റ്ലി ബിൽഡിങ്സും കഫേസും ജർമ്മൻ കഫേസ് stuff like that. അപ്പോൾ not wasting time. They are tired as well, so better go to the next place, cover up that and return to our village. We are checking out tomorrow, so yeah, today is like the last day and make full use of that. So we reached the way to Bulga, but as you can see the way is totally damaged and our car doesn't go. Oh, car എങ്ങനെ പോയത്? ഫുൾ പൊട്ടി കിടക്കണം. कलगा दुलगा आगे वाली पुलगा। अभी ये रोड किधर जा रहा है? ये तो यहीं तक है सर आगे तक। നമ്മളിവിടെ താഴെ കളിക്കേണ്ട താഴെ ഉള്ളൊരു ചെറിയ ഹട്ടിൽ ഇവിടുത്തെ ലോക്കൽ ഡിഷ് സിഡ്ഡു തിന്നാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ചേച്ചി ഉണ്ടാക്കി തരും. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ നമ്മളെ ഡ്രൈവറും ഉണ്ട്. പുള്ളിയും കഴിക്കാൻ പോവാ. ഉണ്ണിച്ചേട്ടൻ അവിടെ മേളിൽ വർക്ക് ചെയ്തു, വന്നില്ല. ഇതാണ് ഇവിടുത്തെ ആൻറ്റി. നല്ല ആൻറ്റിയാണ്. എല്ലാം ഉണ്ട് ഇവിടെ സാധനങ്ങൾ. 5 സ്റ്റാർ ഇരിക്കുന്നത് ഇവിടെ. 5 സ്റ്റാർ, പാളേജി, സ്നിക്കേഴ്സ്, റെഡ് ബുൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം. Just having a casual evening walk in Kalga village like any other day without any plans of getting lost, but eventually I do get lost. You'll see that in a bit. I end up coming back to this same spot, and that's where I end this video as well. So yeah. So this She my do or die, my bona fide. My up when I'm down, she's always beside me. She makes me so feel this is like our last day I won't deny. here. Her love for me is real and kind of suicide. She's on the We just same. came out She's such a rare type. for a small short walk, At least in my eyes. She said if taking in the views for one last time. but yeah, that's still my babe. I love the fact I didn't let her go. She loves the fact that I just let her know. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലം കാണുന്നത് പിന്നെ എപ്പോഴെങ്കിലും അതിന് പിന്നെ ജസ്റ്റ് കണ്ട് ഹലോ അവിടെ സൺസെറ്റിൻ്റെ ഫോട്ടോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. മൂക്കടപ്പാണ്. I've got cold, so bear with me. Trying to be more voicey, but you know it's hard. I'm just walking here. They might have went the other way. I can meet them most probably.
അങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലം നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് വിടുകയാണ്. Sending a long warm bye bye to this location. Next time വരുമ്പോൾ പുൽഗ കാണണം, തുൽഗ കാണണം, and many other places if possible. There's a lot of places, offbeat locations like Setan and some other few. I can't recollect the names right now, but you get the point. It's not just Manali and Old Manali, which we are going in a few days, but apart from that, there's still places that you can visit. Oh man, see, you see that, right? That's the view we have been seeing for the past 3 days. So majestic. The layers, it goes down and down, and you can see like 3 in the back and 1 2 3 4 5 in the front. Oh man, that's awesome. And we see this every day. Sunset is just beautiful, man. Sunrise kinda, because it's a beam of light coming from that side, so not that great, but sunset majestic, just majestic. ഇത് മിസ് ചെയ്യാനുള്ള സ്ഥലമല്ല. ഇതിപ്പോൾ ഞാൻ കറങ്ങി വേറെ എവിടെയോ വന്നു. എവിടെയാണ് നോക്കാം, വല്ലവരുടെയും വീട്ടിലാണ്. ഇതിലേക്ക് പോവാം. ഇതെവിടെയാണോ ഇതുവരെ നമ്മൾ ഇന്നലെ വന്നല്ലോ. വ്യൂസാണ് മോനെ, വ്യൂസ് സീന ഇവിടെ നിന്നും കാണാം. ഓ ടാങ്ക്. ഇതാണ് ഇന്നലെ പോയിട്ട് ക്രോസ് ചെയ്യാത്ത സ്ഥലം. അവിടെ പോണ്ട, നമുക്ക് ഇതൊരു ഇതാണ് പോയിട്ട് അവരെ മീറ്റ് ചെയ്യാം. പിന്നെ മണാലി പോകുമ്പോൾ we are planning to visit a place which has a bit of snowfall, hopefully, so we can see snow also, and might be doing river rafting. I don't know, I'm shit scared. Then we gotta visit some other places as well. Let's see. Gotta buy some souvenirs. I didn't find any here. It's just the place, the vibe. That's all I can give you. No souvenirs. Maybe in Manali we'll get a few. I've told you about the weed here, right? It just grows on the side. It's completely weed. We have come to the Andhra Cafe spot. Let's go this way. See. I'm not sure where they went. This.
Sonra